നമസ്കാരം. പുതിയൊരു വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന വിഷയം BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരനെ പറ്റിയാണ്. അദ്ദേഹത്തിൻ്റെ മിടുക്ക് പറഞ്ഞറിയിക്കാൻ ഒരിക്കലും പറ്റില്ല. കാര്യം BJP കഴിഞ്ഞ 40-40 വർഷമായിട്ട് ഇവിടെ ഒരു സ്കോപ്പ് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ കുറച്ച് സീറ്റുകൾ പിടിക്കാനും അതിനൊരു വിജയത്തിനൊക്കെ പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. അവരുടെ ആളും അർത്ഥവും പൈസയ്ക്കും ഒരു കുറവും ഇല്ലാതെ ശ്രമിച്ചുകൊണ്ടിരുന്നിട്ട് ഒന്നും സാധിക്കാതിരുന്നിടത്ത് പൂജ്യത്തിൽ നിന്നും പൊന്ന് വിളയിച്ചുകൊണ്ടിരിക്കുകയാണ് രാജീവ് ചന്ദ്രശേഖർ. നിഷ്പക്ഷമായിട്ട് ആലോചിച്ചാൽ മതി. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ നിന്നും സുരേഷ് ഗോപിയുടെ വിജയം 70,000 വോട്ടിൽ പരം വോട്ടിന് സുരേഷ് ഗോപി വിജയിക്കുന്നു. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ വെറും 6,000, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അത്രയും കുറഞ്ഞ ഭൂരിപക്ഷത്തിനാണ് ഒരു ലോക്സഭാ ഇലക്ഷനിൽ പരാജയപ്പെടുന്നത്. അതുകൂടാതെ അത് കഴിഞ്ഞ് നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ BJPയെ അതിൻ്റെ ഏറ്റവും വലിയ റിസൾട്ടിലൂടെ എത്തിച്ചിട്ടുണ്ട്. ഒരു കോർപ്പറേഷൻ ഭരിക്കുക, അതായത് കേരളത്തിലെ ഏറ്റവും വലിയ കോർപ്പറേഷനും ഏറ്റവും ജനസംഖ്യ കൂടിയ കോർപ്പറേഷനും ഏറ്റവും വരുമാനം കൂടിയതുമായ കോർപ്പറേഷനായ തിരുവനന്തപുരം കോർപ്പറേഷൻ BJPക്ക് വേണ്ടി പിടിച്ചടക്കാൻ, BJP ഒറ്റയ്ക്ക് പിടിച്ചടക്കാൻ അത് കാരണമായത് രാജീവ് ചന്ദ്രശേഖരൻ്റെ ഒരു തന്ത്രം മാത്രമാണ്. കൂടാതെ നിയമസഭാ ഇലക്ഷൻ റിസൾട്ട് നാളെയാണ് വരുന്നത്. അപ്പോൾ അതിൽ 5ലധികം സീറ്റുകൾ നേടുമെന്നാണ് പല എക്സിറ്റ് പോളുകളും പറയുന്നത്. അതും കൂടെ ആകുമ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ്റെ ആ ഒരു ഗ്രാഫ് മുകളിലോട്ട് തന്നെ പോകുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പിന്നെ രാജീവ് ചന്ദ്രശേഖരൻ്റെ ബാക്ക്ഗ്രൗണ്ട് അറിയാമല്ലോ. അദ്ദേഹം ഒരു ടെക്നോക്രാറ്റാണ്. അദ്ദേഹം BPL പോലൊരു കമ്പനി നയിച്ചിട്ടുണ്ട്. കൂടാതെ ഇപ്പോഴും ഒരുപാട് ബിസിനസ് നടത്തുന്ന ഒരു ബിസിനസ് മാഗ്നറ്റാണ്. അമേരിക്കയിലേക്ക് പോയി IT ഫീൽഡിൽ 80കളിലും 90കളിലൊക്കെ ലക്ഷക്കണക്കിന് രൂപ ശമ്പളത്തിൽ ജോലി ചെയ്തിട്ടുള്ള വ്യക്തിയാണ് രാജീവ് ചന്ദ്രശേഖർ. അതിനുശേഷമാണ് അദ്ദേഹം അപ്പോൾ ഇന്ത്യൻ പൊളിറ്റിക്സിലോട്ട് വരുന്നതും പിന്നീട് BJPയിൽ ചേരുന്നതും കേന്ദ്ര സഹമന്ത്രിയേക്കാകുന്നതൊക്കെ അതിനുശേഷമാണ്. അപ്പോൾ ഇദ്ദേഹം സംസ്ഥാന BJPയെ നയിക്കുന്നത് ഒരു CEOയെ പോലെയാണ്, ഒരു കമ്പനി CEO പോലെയാണ് നിലവിൽ രാജീവ് ചന്ദ്രശേഖർ പാർട്ടിയെ നയിക്കുന്നത്. കാരണം ഞാനത് പറയാൻ കാരണം BJP ഒരു സീറ്റ് പോലും നേടാത്ത അവസ്ഥയിലും BJPയിൽ ഒരു ഗ്രൂപ്പ് കളിക്ക് യാതൊരുവിധ കുറവുമില്ലായിരുന്നു. ഇപ്പോൾ പണ്ടാണെങ്കിൽ മുകുന്ദൻ ഗ്രൂപ്പ്, രാജഗോപാൽ ഗ്രൂപ്പ്, പത്മനാഭൻ ഗ്രൂപ്പ്, V മുരളീധരൻ ഗ്രൂപ്പ്, PK കൃഷ്ണദാസ് ഗ്രൂപ്പ്, അത് കഴിയുമ്പോൾ K സുരേന്ദ്രൻ ഗ്രൂപ്പ്, അങ്ങനെ ഓരോ നേതാക്കന്മാർക്കും ഓരോ ഗ്രൂപ്പായിട്ടാണ് കൊണ്ടുനടന്നുകൊണ്ടിരുന്നത്. പക്ഷെ നിലവിൽ BJPക്ക് ഒരൊറ്റ ഗ്രൂപ്പേ ഉള്ളൂ, അത് പാർട്ടിയെ വിജയിപ്പിക്കണമെന്ന് ആഗ്രഹമുള്ളവരുടെ ഗ്രൂപ്പ്. അതിനെ നയിക്കുന്ന ആളാണ് രാജീവ് ചന്ദ്രശേഖർ. അപ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ്റെ ആ ഒരു വിജയം സുനിശ്ചിതമാണ്. അദ്ദേഹത്തിൻ്റെ ഈ ഒരു CEO പോലുള്ള ഭരണം BJPക്ക് റിസൾട്ട് കൊണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ BJPയുമായി തൊട്ടുകൂടായ്മയും അകൽച്ചയും ഒക്കെ ഉണ്ടായിരുന്ന പല സാമൂഹ്യ വിഭാഗങ്ങളും പല ജനങ്ങളും ഇപ്പോൾ BJPയോട് ഒരുമിച്ച് നിന്ന് മുന്നേറുന്ന കാഴ്ചയാണ് നാം ഇപ്പോൾ കാണുന്നത്. എന്തായാലും നമുക്ക് റിസൾട്ട് കഴിഞ്ഞിട്ട് ഒന്നും കൂടെ ഈ വിഷയത്തിൽ സംസാരിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം.